അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും അൽറയാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട താവ ഉസ്താദ് ഖദ്ദസല്ലാഹു മഹാനവറുകളുടെ കല്യാണവും ആർഭാടവും എന്ന ബൈത്തുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പറയുന്ന ഹമീദ് മറവാ രാജ്യത്ത് നൂഹ് ഇബ്നു മറിയമിനുണ്ട് ഓറ്റം സമ്പത്ത്. താനാണ് കാലി മർവയിൽ കൂടാതെ നേതാവുമാണാർക്കും ഒരെതിരില്ലാതെ. രാജ്യത്ത് പല സ്ഥലത്തും തനിക്കുണ്ടനവധി തോട്ടങ്ങളും സൂക്ഷിപ്പിനടിമകൾ നിരവധി. സന്ദർശനത്തിന് താൻ ചിലപ്പോൾ പോയിടും, സ്ഥിതിഗതികൾ അന്വേഷിച്ച് കൊണ്ട് മടങ്ങിടും. ഒരു ദിവസമിൽ താൻ തൻ്റെ മുന്തിരിത്തോട്ടമിൽ അന്വേഷണത്തിന് ചെന്ന് ചുറ്റി നടന്നതിൽ സൂക്ഷിക്കുവാനതിലുണ്ടൊരടിമയുമന്ന്. അവനുള്ള പേര് മുബാറക് എന്നറിയുന്നു. ഇടയിൽ വിളിച്ചു മുബാറക് നീ ചെന്ന് ഒരു മുന്തിരിക്കൊല കൊണ്ടുവാ പെട്ടെന്ന്. അത് കേട്ട് അടിമ പറിച്ചു മുന്തിരി ഒരു കൊല കൊണ്ടു കൊടുത്തതുള്ള രീതിയിലായി നില. യജമാനനത് തിന്നു പുളിയാണേ രസം. ഉടനടിമയോടുണ്ടായി അയാൾക്കും നീരസം. പുളിക്കുന്നതാണിത് കൊണ്ടുവാ മറ്റൊന്ന്. അത് കേട്ട് കുല മറ്റൊന്നുടൻ പറിക്കുന്നത്. പുളിയുള്ളതാ മധുരം അതിൽ തീണ്ടാത്തതാ. അപ്പോൾ തഹജ്ജുബ് പൂണ്ടയാൾ ചോദിച്ചു പോയി, നീ 2 മാസം കൊണ്ടിതിൽ വസിക്കുന്നതാ? സൂക്ഷിക്കുവാനും നിന്നെ ഞാൻ ഏൽപ്പിച്ചതാ. എന്നിട്ട് മധുരം ഉള്ളതിവയിൽ നിന്ന് തിരിയാഞ്ഞതെന്ത് നിനക്ക് പുളിയിൽ നിന്ന്? സൂക്ഷിക്കുവാനാജ്ഞ എന്നോടുള്ളത്. അപ്പോൾ ജവാസല്ലല്ലോ ഞാൻ തിന്നുന്നത്. മധുരം പുളി ഇവ വേർതിരിച്ചറിയുന്നത് തിന്നുന്ന സമയത്തല്ലയോ തിരിയുന്നത്. ഇതിലുള്ള ഒരു പഴത്തിൻ്റെ രുചിയും ഇതുവരെ അറിയാത്തവൻ ഞാൻ തന്നെയാ ബഹുവന്ധ്യരെ. അനുവാദമില്ലാതെങ്ങനാ തിന്നുന്നത്? അതിനുത്തരം ഞാനല്ലയോ പറയേണ്ടത്. ഇതു കേട്ട് സയ്യിദ് തൽക്ഷണം സ്തംഭിച്ചു പോയി. ഇവനാണ് മുത്തഖി എന്ന് ബോധ്യം വന്നു പോയി.
സൗന്ദര്യവതിയൊരു പുത്രി സെയ്ദിനുണ്ട്. ബഹുമാന്യരായ പലർക്ക് മോഹവുമുണ്ട്. ആർക്കാണ് കെട്ടിക്കേണ്ടതെന്നൊരു നിഗമനം, കാണാത്തതിൽ ക്ലേശത്തിലാണെന്നേ മനം. പിന്നീട് സെയ്ദ് അടിമയോടൊന്നിച്ചതായി തനിക്കുള്ള വസതിയിലേക്കുടൻ പോകുന്നതായി. എന്നിട്ട് ഭാര്യയെ താൻ വിളിച്ചു രഹസ്യമായി പറയുന്നതായി തൻ്റെ ഉള്ളിലുള്ളത് പൂർണ്ണമായി. വിശ്വസ്തനാണവൻ അടിമയെങ്കിൽ തന്നെയും യഥാർത്ഥ മുത്തക്കിയാണ് അനുഭവം എൻ്റെയും. അതുകൊണ്ട് എൻ്റെ മകൾക്കവൻ അനുയോജന. അഭിപ്രായമെന്ത് നിനക്ക്, മൗനം എന്തിനാ? നിങ്ങൾക്കതിഷ്ടം എന്നു കണ്ടാൽ പിന്നെ ഞാനും അതിൽ അനുകൂല നിലയിൽ തന്നെ. അവനടിമയായത് കൊണ്ട് മകളോടൊന്ന് ചോദിച്ച് വിവരം പറയണം നീ ഇന്ന്. ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത്. ശ്രദ്ധിച്ചു കേട്ടു ജവാബിതാണുണ്ടായത്. മക്കൾക്ക് ഹൈറല്ലാത്തതൊന്നും തന്നെ മാതാപിതാവിൽ നിന്ന് വരുമോ പൊന്നെ? അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമായി തോന്നുന്നത് എനിക്കിഷ്ടമാണ്, അതിലാണ് തൃപ്തിയുമുള്ളത്. ഇതു കേട്ടു താൻ തൻ്റെ അടിമയെ ഇത്കാക്കി ഒരു ചെറിയ സദ്യ നടത്തി മരുമകനാക്കി. ജീവിക്കുവാനും നൽകി സമ്പത്തേറെയും, വാസസ്ഥലം മറ്റുള്ളതെല്ലാം വേറെയും. ലോകത്തെമ്പാടും പ്രസിദ്ധം ഉള്ള ഇബ്നു മുബാറക്കിനുമ്മയാണീ തള്ള. ഇതുപോലെ പണ്ഡിത ലോകമിൽ മിന്നുന്ന ഈ നജിമിനുള്ളുദയം മുബാറക്കിൽ നിന്ന. ഇബ്നുൽ മുബാറക്ക് എന്ന പേര് പ്രസിദ്ധമാ. ഇൽമിൻ്റെ ബഹറും സൂഫികൾക്ക് ഇമാമുമാ. തിന്നുന്ന മാല് ഹലാലിലായാൽ നന്നാ, ജനിക്കുന്നതെല്ലാം നല്ലതായി വരുമെന്നാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.